കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവൻ ഒടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദം കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ്. വകുപ്പ് മേധാവിയായ ഡോക്ടർ റാമിന്റെ അധിക്ഷേപവും ലോൺ ആപ്പിൽ നിന്നുണ്ടായ ഭീഷണിയും നിതിനെ വലിയ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ലോൺ ആപ്പ് ഭീഷണി കാരണം നിതിൻ ജീവൻ ഒടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ലോൺ ആപ്പിലേക്ക് അന്വേഷണം ചുരുക്കരുത് എന്ന് DGP പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം നിതിന്റെ കുടുംബത്തിനൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിതിൻ രാജിന്റെ വീട് നിർമ്മാണത്തിന് ആദ്യഘട്ടമായി കോൺഗ്രസ് 5 ലക്ഷം രൂപ കൈമാറി. കുടുംബം ദുരൂഹത ആവർത്തിക്കുന്നുണ്ടെങ്കിലും നിതിൻ രാജ് ജീവനൊടുക്കിയത് തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. പല കാരണങ്ങൾ നിതിനെ തളർത്തി. ഡോക്ടർ റാമിന്റെ തുടർച്ചയായ അധിക്ഷേപം നിതിന് താങ്ങാനാകുമായിരുന്നില്ല. ലോൺ ആപ്പിന്റെ പേരിൽ അധ്യാപികയ്ക്ക് ഭീഷണി നേരിടേണ്ടി വന്നതും സമ്മർദ്ദത്തിലാക്കി. ലോൺ ആപ്പ് വിഷയത്തിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ചുണ്ടായ സംസാരവും നിതിനെ തകർത്തെന്നാണ് പോലീസ് നിഗമനം. നിതിൻ ലോൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്തത് അധ്യാപികയുടെ നമ്പറിൽ അല്ലെന്നും റഫറൻസായി മാത്രമാണ് നമ്പർ നൽകിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ലോൺ ആപ്പ് ഭീഷണി കാരണം നിതിൻ ജീവനൊടുക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം. ആപ്പിലോന്റെ പേരിലല്ല കാര്യമായിട്ട് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിലുണ്ട്. അവ എടുത്തിട്ടുള്ള അവൻ്റെ സിബിൽ സ്കോർ പോലും ഞാൻ ചെക്ക് ചെയ്തു. എല്ലാവരും കൂടി ചേർന്ന് അവനെ കൊന്നതാണ്. ഇനി എവിടെ വരെ പോവാൻ പറ്റുമോ അവിടെ വരെ പോകും. അവന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളും കാണത്തില്ല ഈ ലോകത്ത്. ഞങ്ങളിനി ജീവിക്കൂല, അത് ഉറപ്പാണ്. ടീച്ചർക്ക് ഈ ഭീഷണി സന്ദേശങ്ങളൊക്കെ പോകുന്നെന്ന് പറയുന്നത് ഞങ്ങൾ അറിയുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അന്ന് പോയി ബോഡി സ്വീകരിച്ച് നമ്മൾ തിരിച്ചു വന്നു. ഈ നിമിഷം വരെ ആരും അവിടെ നിന്ന് വിളിക്കുകയോ നേരിട്ട് വരികയോ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കുറച്ച് അറിവുകൾ വെച്ച് ഞാൻ പറയാം. ഈ ലോൺ ആപ്പിൽ ഒരു പക്ഷേ ഈ മാമിൻ്റെ അവനറിയാവുന്ന ഒരാളുടെ നമ്പറായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക റെഫറൻസ് ആയിട്ട് വയ്ക്കാനായിട്ട്. 1 or 2 ആളുടെ പേര് ചോദിക്കും, പേരും ഫോൺ നമ്പരും. നിതിന്റെ സഹോദരിക്കും അമ്മയ്ക്കും ലോൺ ആപ്പിൽ നിന്ന് വ്യാഴാഴ്ച സന്ദേശം വന്നിരുന്നുവെന്നും കുടുംബം അറിയിച്ചു. എന്നാൽ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം ലോൺ ആപ്പിൽ ഒതുക്കരുതെന്ന് DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. സൈബർ സംഘത്തെ ഉപയോഗിച്ച് ലോൺ ആപ്പ് ഭീഷണിയുടെ ആധികാരികത പരിശോധിക്കണം. ഉയർന്നുവന്ന മറ്റ് ആരോപണങ്ങളിലും അന്വേഷണം വേണം. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമമെന്ന് ആരോപിച്ച് നിതിന്റെ കുടുംബം നേരിട്ട് നൽകിയ പരാതിയിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇടപെടൽ. മരണത്തിൽ അന്വേഷണം തുടരുന്നതിനിടെ കേരളം കുടുംബത്തിനൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കേരളം ആർജിച്ച മൂല്യങ്ങൾ കൈമോശം വന്നോ എന്ന് പരിശോധിക്കേണ്ട ഘട്ടമെന്നും നിതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നിതിൻ രാജിന്റെ വീട് നിർമ്മാണത്തിനുള്ള ധനസഹായം കോൺഗ്രസ് കൈമാറി. ആദ്യഘട്ടമായി 5 ലക്ഷം രൂപയാണ് കുടുംബത്തിന് കൈമാറിയത്. പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിൽ മുൻമന്ത്രി VS ശിവകുമാറാണ് പണം കൈമാറിയത്. പാർട്ടി തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കേസ് അട്ടിമറിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നും VS ശിവകുമാർ ആവശ്യപ്പെട്ടു. ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ നിയമസഹായം ആവശ്യമായിട്ടുള്ള നിയമസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് നിതിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പ്രതികരിച്ചു. അങ്ങനെ ഒരു കാര്യം നടക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് സംഭവിച്ചു. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ കുറ്റക്കാരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ടതുമാണ്. ഇപ്പോൾ പോലീസിൻ്റെ വിപുലമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. യൂണിവേഴ്സിറ്റിയുടെ തലത്തിൽ അന്വേഷണം ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഡോക്ടർ റാമിന്റെ തലശ്ശേരിയിലെ ഡെന്റൽ ക്ലിനിക്കിലേക്ക് മാർച്ച് നടത്തിയ DYFI പ്രവർത്തകർ ക്ലിനിക്കിന് താഴിട്ട് പൂട്ടി. ജാതിവെറിയന്റെ കട പൂട്ടിച്ചെന്ന് പോസ്റ്റർ ഒട്ടിച്ച ശേഷം പ്രവർത്തകർ ഡോക്ടർ അംബേദ്കറിന്റെ ചിത്രവും പതിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.